അവിശ്വാസികൾ വാഴുകയാണ്. പക്ഷെ അതിന് ബദലായി ആ വിഷയത്തെ അവസാനിപ്പിക്കുവാൻ, വീണ്ടും ദൈവം ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ, ദൈവത്തിന്റെ സിസ്റ്റം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിന്റെ സംസ്കാരത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തെയും ഹിതത്തെയും സ്ഥാപിക്കുവാൻ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, ആ വലിയ ക്രൂശിലെ യാഗത്തിലൂടെ, ആ മഹാ വലിയ രക്ഷയിലൂടെ, ത്രൂ ദ ഗ്രേറ്റ് സാൽവേഷൻ, ഒരു മനുഷ്യന്റെ അനുസരണക്കേട്, ഒരു മനുഷ്യന്റെ പാപം, ഒരു മനുഷ്യന്റെ മറുതലിപ്പ്, ഒരു മനുഷ്യന്റെ ദൈവത്തോടുണ്ടായിരിക്കുന്ന ഹൃദയത്തിന്റെ ആ പൊസിഷനിങ്, അത് പാപത്തെയും ശാപത്തെയും കൊണ്ടുവന്നുവെങ്കിൽ ഇതാ അടുത്തൊരു പ്രമാണം, അടുത്തൊരു തത്വം, അടുത്തൊരു ജീവൻ നമുക്ക് വേണ്ടി സ്തോത്രം തുറന്നു വിടുകയാണ്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ, കൃപയുടെയും ആദാമ്യ പാപം കാരണം പാപം, മർദ്ദലിപ്പ്, ദുർനടപ്പ്, അനുസരണക്കേട്, രോഗം, ശാപം, പൈശാചിക നുഖങ്ങൾ നമ്മൾ വാണുവെങ്കിൽ ക്രിസ്തുയേശുവിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭ്യമാക്കുന്ന ആ ഒരു ജീവനിലൂടെ നമുക്ക് ദൈവം നൽകുന്ന ആ ജയകരമായ ജീവിതം നമുക്കൊന്ന് കാണാം, നമുക്കതൊന്ന് കാണാം, നമുക്കതൊന്ന് കാണാം, നമുക്കതൊന്ന് സങ്കല്പിക്കാം, നമുക്കതൊന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ.